So, good afternoon students. Today we are going to study about wage payment or labor remuneration. So, wages are the remuneration for labor which are paid as return for the efforts the workers put in. Wages paid to direct or indirect labor are calculated on the basis of scale of pay and other allowances admissible to them in terms of employment. It may be modified from time to time. So, wages എന്ന് പറയുന്ന വർക്കേഴ്സിന് കൊടുക്കുന്ന ഒരു റെമുനറേഷനെയാണ് നമ്മൾ വേജസ് എന്ന് പറയുന്നത്. ഓരോ വർഷവും അത് മാറിക്കൊണ്ടൊക്കെ ഇരിക്കും, നമുക്ക് മോഡിഫൈ ചെയ്യാനൊക്കെ പറ്റും. Essentials of a good wage system. It must be easily understood. ഇപ്പോൾ വർക്കറിന് പോലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം എനിക്ക് എത്ര വേജസാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ അത് അത്രയ്ക്കും എളുപ്പമായിരിക്കണം. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒന്നും അതിനകത്ത് പാടില്ല. The method of remuneration must be easily understood by an ordinary worker, otherwise there may be misunderstanding and suspicion leading to labor unrest. This method should involve only less clerical work and few cost records. ഒത്തിരി കാൽക്കുലേഷൻ ഒന്നും ഉണ്ട്. ലേബർ എന്ന് പറയുന്ന വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ആൾക്കാർ, അപ്പം അവർക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് അവർ തന്നെ അറിയണം. അപ്പോൾ ക്ലറിക്കൽ വർക്ക് കുറവായിരിക്കണം, ദെൻ ഒത്തിരി പേപ്പർ വർക്ക് ഒന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. Then choice between quantity and quality. ഇപ്പോൾ ടൈം ബേസിസിൽ വേണമെങ്കിൽ നമുക്ക് റെമുനറേഷൻ പേ ചെയ്യാം, അല്ലെങ്കിൽ പീസ് ഔട്ട്പുട്ടിൻ്റെ ബേസിസിൽ നമുക്ക് റെമുനറേഷൻ പേ ചെയ്യാം. So if an organization considers that quantity is more important than quality, a method of remuneration by result, that is piece wage system, may be selected and as earning and output of workers are directly related. കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ കൂടുതലായിരിക്കും വേജസ്, ഔട്ട്പുട്ട് കുറവാണെങ്കിൽ വേജസ് കുറവായിരിക്കും. ടൈമിൻ്റെ ബേസിസിൽ ഹൗ മച്ച് ടൈം ദ വർക്കർ സ്പെൻഡ്സ് ഓൺ ദി ജോബ്, അതിൻ്റെ ബേസിസിൽ നമുക്ക് വേണമെങ്കിൽ റെമുനറേഷൻ കൊടുക്കാം. പിന്നെ ഇറ്റ് മസ്റ്റ് പ്രൊവൈഡ് സാറ്റിസ്ഫാക്ഷൻ ടു വർക്കേഴ്സ്. എനിക്ക് ജോലി ചെയ്തതിൽ നിന്ന് ശമ്പളം കിട്ടുന്നുണ്ട്, അത് അത്രയും എനിക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശമ്പളം. അപ്പോൾ ഇറ്റ് മസ്റ്റ് ഗിവ് സാറ്റിസ്ഫാക്ഷൻ ടു ദി വർക്കേഴ്സ്. ദെൻ വർക്കേഴ്സ് സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ ലേബർ ടേൺ ഓവറും കുറവായിരിക്കും. അപ്പോൾ വേറെ സ്ഥാപനത്തിലോട്ട് പോകണമെന്നുള്ള ചിന്ത ഒന്നും അവർക്ക് വരത്തില്ല. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ സന്തോഷമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ സാറ്റിസ്ഫൈഡാണ്. ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത് ദി നമ്പർ ഓഫ് ലേബറേഴ്സ് ലീവിങ് ദി ഓർഗനൈസേഷൻ എവറി ഇയർ. അപ്പോൾ ആ റേറ്റ് കുറവായിരിക്കും. Then effect on overhead. The fixed overhead is spread over the units produced, so higher the output, lower the incidence of fixed overhead per unit. A method of remuneration by results obviously reduces fixed overhead per unit, whereas in the case of a method of remuneration on time basis, the incidence of fixed overhead per unit is likely to be higher. Then motivation to workers. അപ്പോൾ ഈ വേജ് എന്ന് പറയുന്നത് അവർക്കൊരു മോട്ടിവേഷൻ ആയിരിക്കണം. The system of wage payment may be designed in such a way that it encourages, motivates workers to perform better and to increase efficiency and productivity. Then conformity. The method of remuneration selected must be in conformity with that used by similar organizations in similar sphere. മറ്റ് സ്ഥാപനങ്ങളിൽ എത്ര റെമുനറേഷൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ബേസിസിലായിരിക്കണം നമ്മൾ ഇവർക്ക് റെമുനറേഷൻ. അല്ലെങ്കിൽ അവർ കമ്പയർ ചെയ്യുമ്പം അവർക്ക് കൂടുതൽ റെമുനറേഷൻ കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് കുറവാണ് കിട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പരാതിയൊക്കെ പറയാം. Then ensure minimum living wage. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള വേജസ് ആയിരിക്കും. തീരെ കുറവൊന്നും ആയിരിക്കത്തില്ല, പിന്നെ കൂടുതലും നമുക്ക് പേ ചെയ്യാൻ പറ്റത്തില്ല. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് കിട്ടണം. Then relation with nature of work. It should depend upon the nature of work and effort and skill. ഹൈ റിസ്ക് ഉള്ള ജോലിയാണെങ്കിൽ നമുക്ക് കൂടുതൽ വേജസ് കിട്ടും. ഹൈ ക്വാളിഫിക്കേഷൻസ്, ഹൈ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ അവർക്ക് കൂടുതൽ വേജസ് കിട്ടും. അതിൽ എക്സ്പീരിയൻസ് കുറവാ, ക്വാളിഫിക്കേഷൻ കുറവാ, അതുപോലെ റിസ്ക് കുറവൊക്കെ ആണെങ്കിൽ നമ്മുടെ വേജസും
കുറവായിരിക്കും. So these are the factors or essentials affecting a good wage system. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? It must be easily understood. There can be a choice between quantity and quality. And satisfaction must provide satisfaction to workers. It has an effect on overhead. It must be motivating. Must have conformity to that issue given by other organizations. It must ensure minimum living wage, and it must have relation with nature of work.